ഇന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്നൊരു പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കുഞ്ഞ് ടീസർ വന്നിട്ടുണ്ട്. അദ്ദേഹം അതൊരു കെമിയോ റോളാണ്, പക്ഷേ അതിൻ്റെ വക ഒരു ടീസറുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. വേറെ സ്ക്രീൻ പ്രസൻസ് ഈ ഒരു ലുക്ക് വിഷ്ണു മഞ്ജു ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു ദി ലെജൻഡറി ലാലേട്ടൻ ശ്രീ മോഹൻലാൽ, എക്സ്ട്രാ ഓർഡിനറി ആക്ടർ ഇൻസ്പയറിംഗ്. ഓക്കെ, ഇത് ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം എന്താ പറയുക, ഒരു എക്സ്റ്റെൻഡഡ് കമിയോ അല്ലെങ്കിൽ കമിയോ റോളിൽ വരുന്നതാണ്. ഇതൊരു ഭയങ്കര വലിയൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്, പക്ഷേ അധികം അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പറയാത്ത ഒരിതാണ്. പക്ഷേ ഇതിനകത്ത് പ്രഭാസ് ഉണ്ട്, നമ്മുടെ അക്ഷയ് കുമാറുണ്ട്, കാജൽ അഗർവാൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നായകൻ വന്ന് വിഷ്ണു മാഞ്ചു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ മോഹൻ ബാബു, തെലുഗു ആക്ടർ മോഹൻ ബാബുവിൻ്റെ മകനാണ്. അദ്ദേഹമാണ് കണ്ണപ്പ എന്ന് പറയുന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഫാൻറ്റസി മൂവി എന്നാണ് ഞാനിത് നമ്മുടെ IMDbയിലൊക്കെ കിടക്കുന്നത്. പക്ഷേ ഇതൊരു കണ്ണപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഭയങ്കരമായ വലിയൊരു ശിവഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല, ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ഫാൻറ്റസി ഫിലിം എന്നാണ്. ചിലപ്പോൾ അതിനെ ബേസ് ചെയ്ത് അവരുണ്ടാക്കിയൊരു പടമായിരിക്കും. പക്ഷേ ഈ ഒരു ടീസർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ലാലേട്ടനെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അദ്ദേഹം എടുത്തൊരു അവർ ടീം ചെയ്തൊരു ടീസർ പോലെയാണ് ചെയ്യുന്നത്. ഒരു ഭയങ്കര അദ്ദേഹം കിരാത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ലാലേട്ടൻ അത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വർഷം ലാലേട്ടൻ എന്താ പറയുക, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കംബാക്ക് എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഇയറാണ് 2025 എന്ന് പറയുന്നത്. സോ ആ ഒരു വിന്നിങ് സ്ട്രീക്കിലേക്ക് വരാൻ പോകുന്നൊരു പടമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം തെലുങ്കിൽ പോയി ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം അത്യാവശ്യം നല്ല, ഇപ്പം യൂഷ്വലി ഉള്ള സ്റ്റാർസൊക്കെ പോയിട്ട് മറ്റു ഭാഷകളിൽ പോയി ചെയ്യുന്ന പോലെയല്ല. അദ്ദേഹം എസ്പെഷ്യലി തെലുഗുവിൽ ജനതാ ഗ്യാരേജ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, നല്ലൊരു എനിക്ക് വേറൊരു ലാംഗ്വേജിൽ പോയി നമ്മുടെ ഒരു ആക്ടർ ചെയ്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് ജനതാ ഗ്യാരേജിൽ. അതുപോലെ തന്നെ ഇതും ഒരു നല്ലൊരു ക്യാരക്ടറാകട്ടെ. ഇത് കഥ പ്രകാരം ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഭയങ്കര പവർഫുള്ളായിട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ആക്ച്വലി അത് ഞാൻ ആദ്യം വിഷയം മറന്നുപോയി. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടന് എന്താ പറയുക, നല്ല ഇതുപോലുള്ള കിടിലൻ വേഷങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ അഭിപ്രായം പറയാം.